മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു പ്രസംഗവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട് 2025 80 വർഷങ്ങൾ തികയുകയാണ്. ലോകത്ത് മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തിക്കും മറക്കാൻ കഴിയാത്ത കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയുള്ള പ്രയാണമാണ് ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 9-നും സംഭവിച്ചത്. ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബിൻ്റെ വികൃതമായ മുഖം നമുക്ക് കാണിച്ചു തന്നതോടൊപ്പം യുദ്ധത്തിൻ്റെ ഭീകരത എത്രത്തോളം മാനവരാശിക്ക് ദോഷകരമാണെന്നും വിളിച്ചു പറഞ്ഞു. മാനവരാശിയെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം വലിയ ഒരു ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. 1945 ആഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്ന ഹിരോഷിമയുടെ അന്തകനെയും വഹിച്ചുകൊണ്ട് എനോള ഗേ എന്നു പേരുള്ള B-29 എന്ന വിമാനത്തിൽ നിന്നും 20,000 ടൺ TNT സ്ഫോടകശേഷിയുള്ള യുറേനിയം ബോംബ് ഹിരോഷിമയുടെ 1870 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. 1.5 ലക്ഷത്തോളം മനുഷ്യരെ നിമിഷ നേരം കൊണ്ടാണ് ലിറ്റിൽ ബോയ് ചുട്ടുചാമ്പലാക്കിയത്. ഹിരോഷിമയിലെ ഈ ആക്രമണം കഴിഞ്ഞ് അമേരിക്ക വെറുതെ ഇരുന്നില്ല. ഓഗസ്റ്റ് 9-ന് ജാപ്പനീസ് നഗരമായ നാഗസാക്കിയിൽ വീണ്ടും ഒരു അണുബോംബ് പതിക്കുന്നു. 1945 ഓഗസ്റ്റ് 9-ന് കൃത്യസമയം രാവിലെ 11:02-ന് ബോസ്കർ എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കിയെ ലക്ഷ്യമാക്കിയാണ് എത്തിയത്. അതിൽ നിന്ന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് ആ നഗരത്തിനുമേൽ പതിച്ചു. 40,000 പേർ തൽക്ഷണം മരിച്ചു. അണുബോംബ് സ്ഫോടനത്തെ തുടർന്നുണ്ടായ പുകമേഘപടലം സ്ഫോടന കേന്ദ്രത്തിന് 18 കിലോമീറ്റർ ഉയർന്നു. എത്രയോ ലക്ഷം പേർ അണുവികിരണത്തിൻ്റെ ആഘാതത്തിൽ മാരക രോഗങ്ങൾ പിടിപെട്ട് മരണത്തിന് കീഴടങ്ങി. ഒരു ജനതയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ആ ബോംബാക്രമണത്തിൽ കത്തിയമർന്നത്. ഹിരോഷിമ ദുരന്തത്തെ അതിജീവിച്ച് പിന്നീട് രക്താർബുദം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി ഇന്നും ലോകമനസ്സുകളിൽ വിങ്ങുന്ന ഓർമ്മയാണ്. 2-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ അണുബോംബ് വിതച്ച ഭീകരതയെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ വെളുത്ത കൊക്കുകൾ ഉണ്ടാക്കി മറികടക്കാൻ ആഗ്രഹിച്ചവൾ. അണുബോംബിൻ്റെ ക്രൂരതയ്ക്കിരയായി ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് മരണപ്പെടുമ്പോൾ അവൾക്ക് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സഡാക്കോ സസാക്കി ഉണ്ടാക്കിയ പേപ്പർ കൊക്കുകൾ ഇന്നും ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചിട്ട് 80 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങളും അണുവായുധങ്ങളുടെ ഭീകരത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിവിധ രാഷ്ട്രങ്ങൾ കൈവശം വച്ചിരിക്കുന്ന അണുവായുധങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തുടരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആധുനികതയിലേക്കുള്ള വളർച്ചയിൽ ശാസ്ത്രത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മുഖം, ഭീതിയുടെയും ദൈന്യതയുടെയും മുഖം. അമേരിക്കയെ കൂടാതെ ഇന്ന് ലോകത്തെ മുൻനിര രാജ്യങ്ങളെല്ലാം തന്നെ ആണവശക്തികളായി മാറിക്കഴിഞ്ഞു എന്നത് രാശിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചതിനേക്കാൾ 1000 മടങ്ങ് സംഹാരശേഷിയുള്ള അണുവായുധങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ആണവായുധങ്ങൾ നിരോധിക്കണം. ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധങ്ങളല്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതുപോലെ ഇനിയൊരു യുദ്ധം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. യുദ്ധം നാശവും സമാധാനം ജീവിതവുമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധവിരുദ്ധ വികാരം മനസ്സിൽ സൂക്ഷിക്കാം. നമുക്ക് പരസ്പരം പുഞ്ചിരിക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കാം. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങളിൽ രക്തസാക്ഷികളായ അനേകം മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.